16-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ വ്യാപാര സ്ഥിരാകേന്ദ്രമായ കൊച്ചി രാജ്യപ്രമാണിമാരുടെ സഹായത്താൽ വ്യാപാരം നടത്തിവന്നിരുന്ന ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ പരിശ്രമഫലമായി ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും ആഗമോക്തപ്രകാരമുള്ള പൂജാവിധികളാലും പ്രസിദ്ധിയാർജിച്ച ഒരു മഹാക്ഷേത്രമാണ് കൊച്ചി തിരുമല ദേവസ്വം ശ്രീ വെങ്കടാചലപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ വെങ്കടേശ്വര വിഗ്രഹത്തിന്റെ ഉൽപ്പത്തിയെയും ഈ വിഗ്രഹം ക്ഷേത്രത്തിൽ വന്നു ചേരുവാനിടയായ സംഭവങ്ങളെയും ദൃശ്യകഥാരൂപത്തിൽ ഞങ്ങൾ സവിനയം അവതരിപ്പിക്കുന്നു. ശ്രീ വെങ്കടേശായ നമഃ. वेंकटेश पाहि पाहि पद्मजापते, वेंकटेश पाहि पाहि पद्मजापते, पद्मजापते पद्मजापते, वेंकटेश पाहि पाहि पद्मजापते. वसुंधरावरा यशोदकंदरा, वसुंधरावरा यशोदकंदरा, मदन जनक कंस जया कौस्तुभाधरा, मदन जनक कंस जया कौस्तुभाधरा, वेंकटेश पाहि पाहि पद्मजापते. विजय सारथे മഹാബാഹു, അങ്ങ് ബുദ്ധിമാനും ധീരനുമാണ്. ദുഃഖത്തെയും ശോകത്തെയും ത്യജിച്ച് നമ്മെ ആരാധിക്കുവാനായി ഇത്രയും ദൂരയാത്ര ചെയ്ത അങ്ങയുടെ നിർമ്മല ഭക്തിയിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ചിത്രപ്പണികളാലും കമാനങ്ങളാലും ശോഭിക്കുന്നതും വിമാനാകൃതിയായ ശ്രീകോവിലും സപ്തപ്രകാര മാതൃകയിലുള്ള അതിമനോഹരമായ ക്ഷേത്രം തന്നെയാണ് നമ്മുടെ മനസ്സിൽ. ഏറ്റവും മികച്ച ശില്പികളെ വരുത്തി ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉടനടി ആരംഭിക്കുവാൻ നാം കൽപ്പിക്കുന്നു. കൽപ്പന പോലെ. പ്രഭോ, ഞാൻ ദേവനന്ദൻ. അങ്ങയുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹം നിർമ്മിക്കുവാൻ നിയോഗിക്കപ്പെട്ട ശില്പിയാണ്. ഹേ ദേവനന്ദ, അങ്ങേക്ക് നമ്മുടെ പ്രണാമം. ആരവിടെ? ഈ ഗൃഹത്തിന്റെ കതകുകൾ തുറക്കൂ. രാവണോത്തമ, നിദ്രയെ വെടിയൂ. അടിയന്തരമായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയത് ആര്? ബ്രഹ്മൻ.
ആത്മസംയമനത്തോടെ വീക്ഷിക്കും. പ്രണാമം. ഒരു വിഷയം അങ്ങയുടെ സമക്ഷം അറിയിക്കുവാനുണ്ട്. ഇവിടെ നിന്ന് 2 യോജന മാറി ഉപയോഗശൂന്യമായ കിണറ്റിൽ അതീവ ചൈതന്യമുള്ളൊരു വിഗ്രഹമുള്ളതായി കാണുന്നു. അതിനെ അവിടെ നിന്നും ഉദ്ധരിച്ച് പൂജിക്കുന്നതായാൽ തൃപ്പാദങ്ങൾക്ക് കീർത്തിയും യശസ്സും ലഭിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമ്മുടെ വഴിയിൽ തടസ്സം നിൽക്കുന്നുവോ? മാറിപ്പോകൂ, മാറിപ്പോകൂ. യതിവര, അങ്ങയുടെ ആഗമനം കൊണ്ട് ഈ ഗോശ്രീപുരവാസികൾ ധന്യരായിരിക്കുന്നു. ഞാൻ ഗോശ്രീപുരം ഗ്രാമാധിപനായ മാളപ്പൈ ഗ്രാമവാസികൾക്ക് വേണ്ടി സ്വാമിജിയുടെ ചരണങ്ങളിൽ ആമന്ത്രണ പത്രം സമർപ്പിക്കുന്നു. പാദസ്പർശം കൊണ്ട് ധന്യരായ ഈ ഗോശ്രീപുരം ഗ്രാമത്തിലെ ജനങ്ങളെ വൈദികർ, അധികാരികൾ, ഭക്തജനങ്ങൾ എന്നിങ്ങനെ സമൂഹത്രയത്തോടു കൂടിയ മഹാജനങ്ങളെന്ന് നാം നാമകരണം ചെയ്തിരിക്കുന്നു.